ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് ചിക്കൻ റോസ്റ്റാണ്. ഗാർലിക് ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 250 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇവയെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 10-15 മിനിറ്റ് കുറഞ്ഞതെങ്കിലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്കിതിൻ്റെ അടുത്ത റെസിപ്പിയിലേക്ക്, അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാനായിട്ട്. 15 മിനിറ്റിന് ശേഷം ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ എടുത്ത് വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 2-3 ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 2-3 ഏലക്ക, ഇവയെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഒന്ന് ചൂടായി വരുന്നത് വരെ അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനൊരു 25-30 അല്ലിയോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചെറുതായി ചോപ്പ് ചെയ്തിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒത്തിരി അങ്ങ് കറുപ്പിക്കാൻ പാടില്ല. ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ഫ്ലേവർ എണ്ണയിലേക്കൊന്ന് ഇറങ്ങുന്നത് വരെ വഴറ്റിയാൽ മതിയാകും. ഒത്തിരി നമ്മളിത് അതിൻ്റെ കളർ ഒത്തിരി മാറുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. അപ്പോഴേക്കും അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒനിയൻ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ 2 ഒനിയൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ കളറ് ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് ചിക്കൻ വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ചിക്കൻ നന്നായി വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ. നമ്മളിനകത്ത് വെള്ളം ഒഴിച്ചിട്ടല്ല നമ്മൾ ഇത് ഡ്രൈ റോസ്റ്റാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഗാർലിക് ചിക്കനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട. വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിത് പതിയെ ചെറിയ തീയിലിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനും എടുക്കാം. ബോൺ കൂടിയത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബോൺലെസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചിക്കൻ വെന്തോന്ന് നോക്കുക. ചിക്കൻ വെന്ത് ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് അല്പം സാലഡോട് കൂടി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും